ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മുഖസംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു 1.5 ടീസ്പൂണോളം തേനും കൂടി എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാപ്പിപ്പൊടി കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ മുഖസംരക്ഷണത്തിനും കൈകളുടെ സംരക്ഷണത്തിനും ഒക്കെ നല്ല എന്താ പറയുക, ഒരു ഐറ്റമാണ് ഈ കാപ്പിപ്പൊടി. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അതിനിടയിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ ഞാനങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇത് നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് സൺലൈറ്റൊക്കെ അടിച്ചിട്ട് ഒരു കരിവാളി പോലെ ഉണ്ടായില്ലേ, ഒരു ടാണ്, അതൊക്കെ മാറാനായിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ കാപ്പിപ്പൊടിയും തേനും വെച്ചിട്ടുള്ള മിക്സ് കേട്ടോ. വേറെ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വണ്. സെക്കൻഡ് വണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൈകളിലോ മുഖത്തോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൈകളിൽ തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈകളിൽ തേച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ കൈകളിൽ കുറച്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും മുഖത്തും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നിങ്ങളുടെ കൈകളിലൊന്ന് ആദ്യം പരീക്ഷിച്ചു നോക്കുക. അതിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്ത് പരീക്ഷിക്കുക കേട്ടോ. ചിലപ്പോൾ അതിലെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ആദ്യം ഇങ്ങനെയുള്ള സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം കൈകളിലൊന്ന് ചെയ്തിട്ട് വല്ല പ്രശ്നമുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ മുഖത്ത് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കൈകളിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് കഴുകിക്കളയാം. ചെറിയ ചൂടുവെള്ളം എടുത്താൽ മതി, ഹൈ ടെമ്പറേച്ചർ ഒന്നും എടുക്കണ്ട. ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് കഴുകിക്കളയാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ ചെറിയ ചൂടുവെള്ളം എടുത്ത് നോക്കാം കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ കൈ ഒന്ന് കഴുകി നോക്കാം. ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മാറ്റം കണ്ടറിയാമല്ലോ. കുഴൽ കിണറിലെ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ചർമ്മത്തിൻ്റെ നിറം മങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെനിക്ക് അനുഭവപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഒരു തവണ ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. അതാ കൈകൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൂടാതെ കൈകളിലുള്ള എന്താ പറയുക, ഈ കരിവാളിപ്പൊക്കെ മാറിയിട്ടുണ്ട്, കുറച്ച് തിളക്കമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതധികം ചിലവുള്ള ഒരു പരിപാടിയൊന്നും അല്ലല്ലോ, നമ്മൾക്കൊരു തവണയെങ്കിലും പരീക്ഷിച്ച് നോക്കാമല്ലോ. ഇനി ഇതാ ഞാനൊന്ന് കൈ ഒന്ന് ടവൽ വെച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി രണ്ടാമതൊരു രീതിയിൽ കൂടി ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏതാ നിങ്ങൾക്ക് സ്യൂട്ടാവുമെന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ രീതിയും കൂടി ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് കാപ്പിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ടിപ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ 1 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ട് പകുതി ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക. ഈ കാപ്പിപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇടത് കൈയിലാണ് ചെയ്തത്. ഇപ്പോൾ ഞാനിത് വലത് കൈയിലാണ് പരീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക. അപ്പോൾ കൈകളിൽ മാത്രമല്ല മുഖത്തും ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കൈകളിൽ ചെയ്ത് കാണിച്ചു തരുന്നതേ ഉള്ളൂ.
അപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുത്താൽ നന്നായിരിക്കും കേട്ടോ. നമ്മുടെ മുഖത്തെയും കൈകളിലൊക്കെ ഡാർക്ക് സർക്കിളും കരിവാളിപ്പൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇത് നന്നായിട്ട് അതുപോലെ അങ്ങ് തേച്ച് കൊടുത്തതിന് ശേഷം 1/4 മണിക്കൂർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കൈ കഴുകി കൊടുക്കുക. നേരത്തെ ചെയ്തത് നമ്മൾ ചൂടുവെള്ളത്തിലാണ് കഴുകിയത്. ഇത് നമ്മൾ തണുത്ത വെള്ളത്തിലാണ് കഴുകി കൊടുക്കുന്നത് കേട്ടോ. പതിനഞ്ച് മിനിറ്റിന് ശേഷം കൈയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കൈ ഒന്ന് കഴുകി നോക്കാം. നമ്മുടെ കൈ ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നോക്കാം. എൻ്റെ കൈകൾക്ക് എനിക്ക് ഏറ്റവും ബെറ്ററായത് തോന്നിയത് ഈ തക്കാളിയും കാപ്പിപ്പൊടിയും വെച്ചിട്ടുള്ള ഈ മിക്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ചർമ്മത്തിനും വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ വ്യത്യാസം നോക്കിയേ, നല്ല സോഫ്റ്റായിട്ട് കാണുന്നില്ലേ? പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ. ഞാനിതിൻ്റെ ടവൽ വെച്ചിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടിപ്സ് ആവശ്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എനിക്ക് ഏതായാലും നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്സ്.